അസല നമ്മൾ ഈ ഡെറ്റോളിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പം ഈ മരണസംഖ്യയെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഇതിപ്പോ 400 500 പോകുന്നൊക്കെ അഭിപ്രായം പറയുന്ന ലോക്കൽ ആളുകളെയൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അത്ര ഒരു വലിയൊരു ഒരു സംഖ്യയെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ സത്യത്തിൽ? നമുക്ക് ഇവിടുത്തെ ആളുകളുടെ കാരണം അവര് ഇവിടെ പിന്നെ നമ്മൾ പല KSRTC ഡ്രൈവറെ കാണുന്നു, കണ്ടക്ടറെ കാണുന്നു, അല്ലെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കാണുന്നു. കാരണം അവർക്ക് മുണ്ടക്കൈ എന്ന് പറയുന്നതും പുഞ്ചിരിവട്ടം എന്ന് പറയുന്നതും അവർക്ക് അറിയുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ പോയിട്ടുള്ളതാണ്. എത്രത്തോളം ആൾക്കാരുണ്ട് എന്നറിയാം. അതിൽ തന്നെ എത്രത്തോളം ആൾക്കാർ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അവർക്ക് അറിയാലോ. ഒരു പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം ബാക്കിയുണ്ടെന്നതിനെ കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് അത്രയും പേര് അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. പക്ഷെ നമുക്ക് ഔദ്യോഗികമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. പലതരത്തിലുള്ള കണക്കെടുപ്പ് നടക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റ് വഴിയുള്ള കണക്കെടുപ്പ് നടക്കുന്നു. റേഷൻ കട വഴിയുള്ള കണക്ക് നടക്കുന്നു. ഈ തോട്ടം തൊഴിലാളികളുടെ കണക്കെടുപ്പുകൾ തോട്ടം പിന്നെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ കണക്കെടുപ്പുകൾ നടക്കുന്നതിന്റെ ഒരു ഇടയിലാണ് പല സ്ഥലത്തും പുതിയ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത്. സ്വാഭാവികമായും അവിടെയൊക്കെ ആളുകളുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ഒരു സ്വാഭാവികമായ ഒരു ആശങ്ക ശരിക്കും എല്ലാവർക്കും ഉണ്ട്. എത്രത്തോളം എണ്ണം എന്ന് പറയുന്നത് 200 281 ഇപ്പൊ കഴിഞ്ഞു എന്ന് പറയുന്നു. അതൊന്നും ഒരു എണ്ണമല്ല. 300 400 മുകളിലൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാർ അവരുടെ യാഥാർത്ഥ്യം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആശങ്കയോട് മാത്രമേ ഇനിയുള്ള തെരച്ചിൽ നമുക്ക് കാണാൻ കഴിയൂ. ഇനി കണ്ടെത്തുന്നത് ജീവനുകൾ എന്ന് പറയുന്നത് വളരെയധികം പ്രയാസപ്പെട്ട മാത്രമല്ല കാണാതായവരെ അവരിവിടെ നമുക്കറിയാം. ഇവിടുന്ന് പോത്തുകൽ വരെ എത്തിയ മൃതദേഹങ്ങളുടെ ഒരു കഥ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെവിടെയായിരിക്കും എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പുഞ്ചിരിവട്ടമൊന്നും ഇപ്പൊ അങ്ങനെ സ്ഥലമേ ഇല്ല. അവിടെ ഇനി എത്രത്തോളം തെരച്ചിൽ എല്ലാ യന്ത്രങ്ങളും എത്തിച്ചാൽ പോലും എത്രത്തോളം തെരച്ചിൽ നടത്താൻ കഴിയും എന്തെങ്കിലും തുടങ്ങിയ കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്തായാലും ആശങ്കയുണ്ട്. ഡെറ്റോളിന്റെ കാര്യത്തിൽ തീർച്ചയായും ആശങ്കയുണ്ട്. ഷബീർ, ഇപ്പൊ ഒരു കാര്യമുള്ളത് നമ്മൾ ഒരുപാട് ഈ ദുരന്തത്തിന്റെ ഒരു പ്രത്യേകത ഒരു സ്പോട്ടിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ എന്നല്ല, മറിച്ച് ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്മളിപ്പോ വില്ലേജ് റോഡിന്റെ കാര്യം പറഞ്ഞു, 13ാം പാലത്തിന്റെ കാര്യം പറയുന്നു, പുഞ്ചിരിമഠത്തിന്റെ കാര്യം പറയുന്നു. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ആ വില്ലേജ് റോഡിലെ ഒരു കക്ഷി പറഞ്ഞത് തെരച്ചിൽ നടത്താൻ ഒരു നിലയ്ക്കും പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും സംശയമുണ്ടെന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിനടിയിൽ പോയ മനുഷ്യരെ ലൈവ് ഓർ ഡെഡ് അവരെ വീണ്ടെടുക്കുക എല്ലാവരെയും എന്നത് പോസിബിൾ ആയിരിക്കാൻ എന്തുമാത്രം കഴിയും? അതായത് നമ്മൾ വൈകാരികത മാറ്റിവെച്ചാൽ എല്ലാവരെയും എടുക്കുക നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കുമോ എന്ന് ഞാൻ ചോദിക്കുക. അത് ഈ പറഞ്ഞതുപോലെ വൈകാരികത മാറ്റിവെച്ചാൽ നമുക്ക് മുൻപുള്ള അനുഭവങ്ങൾ കവളപ്പാറ ആയിക്കോട്ടെ മറ്റുള്ള ഈ മണ്ണിടിഞ്ഞ അല്ലെങ്കിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് അവിടെ ഇപ്പോഴും കണ്ടെത്താനാകാത്ത അല്ലെങ്കിൽ കാണാതായ മനുഷ്യരുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. ആ നിലയ്ക്ക് കാണാതായ മനുഷ്യരുണ്ട്. അപ്പോൾ ഇത്രയധികം മനുഷ്യരെ ബാധിച്ച് ഏതാണ്ട് 3.5-4 കിലോമീറ്ററോളം ദൂരം 3 കിലോമീറ്ററും 4 കിലോമീറ്റർ ദൂരത്തിൽ ഈ ദുരന്തം വ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ അത്രയും വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തത്തിൽ എത്രയോ മനുഷ്യരെ കാണാതായിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ കൃത്യമായി പുറത്തു വരുന്നതേ ഉള്ളൂ. ഓരോ വാർഡിൽ എത്ര ആളുകളുണ്ടായിരുന്നു, ഓരോ സ്ഥലത്ത് എത്ര ആളുകളുണ്ടായിരുന്നു, ഇതെല്ലാം കണക്കാക്കി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഈ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. നമുക്ക് അറിയാം ഈ വെള്ളച്ചാട്ടം അതുമായി ബന്ധപ്പെട്ട അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? തൊഴിലാളികൾ ഈ മറ്റ് വർക്കുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകളുണ്ടോ? ആ നിലയ്ക്ക് എത്ര മനുഷ്യരെ ഈ ദുരന്തം നേരിട്ട് ബാധിച്ചു എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ല. അത് കണക്കെടുത്ത് വരുന്നതേ ഉള്ളൂ, ഔദ്യോഗികമായി കണക്കെടുത്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം കണക്ക് പ്രകാരമാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. മാത്രമല്ല പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് ഇത്ര കുടുംബങ്ങൾ, ഇത്ര വീടുകൾ, ആ വീട്ടിൽ ഇത്ര ആളുകൾ എന്നുള്ള അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയധികം മണ്ണും ചെളിയും വന്നടിഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ വൈകാരികത മാറ്റിവെച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായും അവർക്ക് എന്ത് സംഭവിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്ന് പൂർണ്ണമായും കണ്ടെത്താൽ അസാധ്യമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന്, ഇവിടെ സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി നമ്മൾ കണ്ടതാണ്. എവിടെ നിന്നാണ് മൃതദേഹം കിട്ടുന്നത്? കിലോമീറ്ററുകൾ മാറി നിലമ്പൂർ, പോത്തുകൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ പുഴയിലൂടെ ഒലിച്ചുപോയ സ്ഥിതിയുണ്ട്. അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഈ 3.5 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമല്ല ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിന്ന് എല്ലാം ഒലിച്ച് നിലമ്പൂർ, പോത്തുകൽ വരെ എത്തുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഈ ആളുകളെ കണ്ടെത്തുക, അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു അന്തിമമായൊരു കണക്കെടുപ്പിലേക്ക് പോകാൻ സാധ്യമായിരിക്കുമെന്ന് തോന്നുന്നു.